സ്മൃതി, ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ കിറാമുട്ടിയായി നിൽക്കുന്നുണ്ട്. അതിലൊന്ന് തിരുവനന്തപുരം തന്നെയാണ്. തിരുവനന്തപുരത്തിൽ ഏറ്റവും ഒടുവിൽ ഞാൻ മനസ്സിലാക്കുന്നത് രാജീവ് ചന്ദ്രശേഖരന് തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ താല്പര്യമില്ല എന്നത് ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാണ്. പക്ഷേ മറ്റു പോംവഴികളില്ല. കാരണം നേരത്തെ രാജീവ് ചന്ദ്രശേഖർ ആഗ്രഹിച്ചിരുന്നത് കർണാടകയിലെ സദാനന്ദ ഗൗഡ ഉപേക്ഷിച്ചു പോയ ബാംഗ്ലൂർ നോർത്ത് സീറ്റാണ്. ഈ ബാംഗ്ലൂർ നോർത്ത് സീറ്റ് വളരെ സേഫായൊരു സീറ്റാണ്. ബാംഗ്ലൂർ നോർത്തിലെ 2.5 ലക്ഷം വോട്ടിനാണ് 2014 ജയിക്കുന്നത്. 2019 ആകുമ്പോഴും 1.5 ലക്ഷം വോട്ടുകൾക്കാണ് സദാനന്ദ ഗൗഡ ജയിക്കുന്നത്. അപ്പോൾ ആ മണ്ഡലമാണ് രാജീവ് ചന്ദ്രശേഖർ ആദ്യം മുതൽ തന്നെ നോട്ടമിട്ടിരുന്നത്. എന്നാൽ നിർമ്മലാ സീതാരാമൻ ഒരുപക്ഷെ ഈ ബാംഗ്ലൂർ നോർത്തിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞതിനെ തുടർന്നാണ് രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാൻ ഒരു നീക്കം നടത്തിയത്. മാത്രവുമല്ല, ജയിച്ചാൽ മന്ത്രി എന്നതാണ് ഒരു വാഗ്ദാനം. പക്ഷേ രാജീവ് ചന്ദ്രശേഖരന് താല്പര്യമില്ലെന്നറിയുന്നു. ഏറ്റവും ഒടുവിൽ ഞാൻ കേട്ടത് ഇന്നിപ്പോൾ ഡൽഹിയിൽ നടന്ന കൂടിയാലോചനകൾക്ക് ശേഷം നേതാക്കൾ ഇപ്പോൾ ഫ്ലൈറ്റിൽ തിരിച്ചിങ്ങോട്ട് വരികയാണ്. ആ ഘട്ടത്തിൽ കെ സുരേന്ദ്രൻ്റെ പേര് തിരുവനന്തപുരത്ത് പരിഗണിക്കാം എന്ന ഒരു ചർച്ച കൂടി നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് വളരെ പെട്ടെന്ന് നടന്ന ഒരു തീരുമാനമാണെന്ന് മനസ്സിലാവുന്നു. പക്ഷേ അന്തിമ തീരുമാനമായില്ല. അതിന് പിന്നിലുള്ള ഒരു വികാരം എന്ന് പറയുന്നത് കെ സുരേന്ദ്രനെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ഒരുപക്ഷെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി മാറ്റാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെ ഒരു ട്വിസ്റ്റ് അവിടെ സംഭവിക്കുന്നുണ്ട്. അതാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ അപ്രതീക്ഷിതമായി ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ പിന്മാറിയാൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന പ്രസിഡന്റ് എത്തുന്ന തലത്തിലേക്ക് വന്നേക്കാം. രണ്ടാമത്തത് ഇപ്പോൾ പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ PS ശ്രീധരൻപിള്ളയ്ക്ക് മത്സരിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം വേണ്ടപ്പെട്ടവരെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സഭാ നേതൃത്വവുമായി വളരെ റാപ്പോ ബിൽഡപ്പ് ചെയ്തിരിക്കുന്നൊരു നേതാവാണ്. അവിടുത്തെ നായർ കമ്മ്യൂണിറ്റി വോട്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ഏകദേശം 14% വോട്ട് ബാങ്ക് അവിടെ നായർ കമ്മ്യൂണിറ്റിക്കുണ്ട് താനും. അപ്പോൾ PS ശ്രീധരൻപിള്ള വന്നാൽ അദ്ദേഹത്തെ ലോ മിനിസ്റ്റർ എന്ന രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യണം എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു തീരുമാനം ആയി വരാൻ സാധ്യതയുള്ളത്. അങ്ങനെയാണെങ്കിൽ PS ശ്രീധരൻപിള്ള അവിടെ ഒരു വലിയ ക്യാച്ചാണ് എന്ന് കൂടി പറയുന്നു. പിന്നീട് സുരേഷ് ഗോപിയും വരുന്നതോടുകൂടി അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ആയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ നരേന്ദ്രമോദിയുടെ തിരുവനന്തപുരത്തെ റോഡ് ഷോയിൽ ഈ സ്ഥാനാർത്ഥികളിൽ പലരെയും പരേഡ് ചെയ്യാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. പക്ഷേ തിരഞ്ഞെടുപ്പിൽ സാധാരണ BJP സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് ഇങ്ങനെ തന്നെയാണ്. വളരെ നേരത്തെ തൃശ്ശൂർ പ്രഖ്യാപിച്ചു എന്നതുകൊണ്ട് സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നുണ്ടോ എന്ന ചോദ്യത്തിന് തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ, ഒരിടത്തും BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ കേരളത്തിൽ വൈകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Meet the editors.